നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളുകയാണ്. രാഷ്ട്രീയവും വികസനവും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് അല്പം കടുപ്പമാണ്. എന്നോടൊപ്പമുള്ളത് NDA സ്ഥാനാർത്ഥി ഗിരീഷ് മേക്കാട്ടാണ്. സ്വാഗതം സർ. നമസ്കാരം. എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. NDA അല്ലെങ്കിൽ സാറേ ഒരു വീണ്ടും ഒരു നിലമ്പൂരിൽ മത്സരിക്കാൻ വേണ്ടി ഒരു അവസരം തന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? മത്സരത്തെ വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ടാമതൊരു ടൈമാണ് എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. അന്നത്തെ എതിരാളികൾ ചെറിയൊരു മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണവും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വലിയ പ്രതീക്ഷയുമായിട്ടാണ് കൂടുതൽ ഒന്നുകൂടി ശക്തമായ മത്സരമാണ്. അതെ, ശക്തമായ മത്സരം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ LDF ഒരു ശക്തമായ മത്സരമായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളെന്തായാലും അതിശക്തമായ ഒരു മത്സരത്തിലാണ്. പിന്നെ നിലവിലുള്ളൊരു MLA ഉണ്ട്. അതിനേക്കാൾ ഉപരി അവര് ഒരു 10-35 വർഷക്കാലം അവരുടെ പിതാവ് MLA ആയിരുന്നൊരു മണ്ഡലമാണ്. അപ്പൊ ഈ മണ്ഡലത്തിന്റെ അവികസിത സാഹചര്യത്തിന് കാരണം അദ്ദേഹമായിരിക്കണമല്ലോ. അപ്പൊ വീണ്ടും അവരുടെ മകൻ മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് അതിനോടുള്ള ഒരു വിപ്രതിപത്തി ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോ ഈ LDF ഇതിനെ സീരിയസ് ആയി കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്നാണോ പറഞ്ഞിരുന്നത്? ഉണ്ട് തന്നെയാണ്. അതൊരു സംശയമൊന്നുമല്ല, അതൊരു സത്യാവസ്ഥയാണ്. കാരണം LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ 9 വർഷം LDFന്റെ സിറ്റിംഗ് സീറ്റ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടതാണ്. അത് വളരെ 11,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ്. ചെറിയൊരു വോട്ട് ഇങ്ങോട്ട് മാറിയാൽ LDFന് ജയിക്കാൻ പറ്റാവുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ LDF അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച്, അതിന് വേറെ കാരണങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണത്? അതിന്റെ ഒരു കാരണം, ഒന്ന്, ഈ MLA സ്ഥാനവും CPM-നെയും പ്രതിരോധത്തിലാക്കി പോയ ഒരു മുൻ MLA അൻവർ, അദ്ദേഹം ഇവിടുന്ന് ബേപ്പൂരിൽ പോയി മത്സരിക്കുന്നു. ബേപ്പൂരാണെങ്കിൽ CPM-നെ സംബന്ധിച്ച് മരുമോന്റെ മണ്ഡലമാണ്. അമ്മാവനും മരുമോനുമാണല്ലോ ഇപ്പോ കേരളത്തിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ മരുമകന് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മരുമകനെ അവിടെ സംരക്ഷിക്കാൻ വേണ്ടി CPM-ഉം ഷൗക്കത്തുമായി തമ്മിലുള്ള ഒരു ധാരണയുടെ ഫലമായിട്ടാണ് CPM-യുടെ സ്ഥാനാർത്ഥിയെ മാറ്റിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് CPM-നെ അങ്ങനെയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകും. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ശക്തനായ ഒരു നേതാവായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു പുതിയൊരാളെ പുതുമുഖത്തെ കൊണ്ടെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലാത്ത ഒരാള് ഇലക്ഷൻ കേരളത്തിന്റെ നിയമസഭയിലേക്കാണല്ലോ, സ്പോർട്സ് കൗൺസിലേക്കല്ല മത്സരം. സ്പോർട്സ് കൗൺസിലേക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളെയൊക്കെ പരിഗണിക്കാൻ, ഒരു നല്ല സമർത്ഥന്മാരാണ്. സംഭവമൊക്കെ ശരിയാ. ഫുട്ബോളിൽ നല്ല ഷറഫ് അലി എന്ന് പറഞ്ഞ നല്ല ആളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയമായി കാണാൻ ഇടതുപക്ഷം തയ്യാറാവണ്ടേ? അപ്പോൾ നമ്മുടെ നിലമ്പൂർ ഒരു വനമേഖലയോട് ബന്ധപ്പെട്ട മണ്ഡലം കൂടിയാണ്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള ഒരു ബാലൻസ് നിങ്ങളെങ്കിൽ ജയിച്ചു വന്നാൽ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക? തീർച്ചയായിട്ടും അതിനെ രണ്ടിനെയും സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം നാട്ടിലൊരു വികസനം ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. നാട്ടിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ. ഒന്ന്, നിലമ്പൂർ ഒരു അവികസിത മേഖലയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലയാണ്, വനമേഖലയാണ്. ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അവരാശ്രയിക്കുന്നത് വനത്തെയും വനവിഭവങ്ങളെയും ഒക്കെയാണ്. മരവ്യവസായം ഏറ്റവും നല്ല രീതിക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റാവുന്ന, ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാക്കി യഥാർത്ഥത്തിൽ വികസിപ്പിക്കാൻ പറ്റും. പക്ഷെ ഉണ്ടായിരുന്ന മരവ്യവസായം പോലും തകർത്ത് കളഞ്ഞതാണ് നിലമ്പൂരിന്റെ നിലവിലുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. കാരണം ഒരു വുഡ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നത് ജപ്പാന്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു മരവ്യവസായ യൂണിറ്റിനെ തകർത്ത് തരിപ്പണമാക്കിയതിന് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഇവിടെ മുൻ MLA 35 കൊല്ലം ഈ കേരളത്തിന്റെ നിലമ്പൂരിന്റെ പ്രതിനിധിയായിരുന്ന ഇന്നത്തെ UDF സ്ഥാനാർത്ഥിയുടെ കുടുംബമാണ് അതിന്റെ ഉത്തരവാദികൾ. അത് തകർത്ത് കളഞ്ഞത്. അതോടൊപ്പം തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ പറ്റുന്ന സാധനം. ആ മരവ്യവസായ യൂണിറ്റ് പോയി. ഇവിടെ
ആയിരക്കണക്കിന് ഈ ആശാരിപ്പണി എടുക്കുന്ന, മരപ്പണി എടുക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ, മില്ല് തൊഴിലാളികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് മൈസൂര്, ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഡൽഹിയിലേക്ക് വരെ ഇവിടുന്ന് മര ഉരുപ്പടികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മുടെ സാധാരണ തൊഴിലാളികളും കച്ചവടക്കാരും. അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു മര വ്യവസായ യൂണിറ്റ് ഒന്നല്ല നിരവധി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ പറ്റും. പക്ഷെ ആ മേഖലയിലേക്ക് ഒരു ശ്രദ്ധയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നില്ല, സഹായമില്ല. അതിനുവേണ്ടി ഇവിടുത്തെ നിലവിലുണ്ടായിരുന്ന MLA പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ മേഖലയെ സംരക്ഷിക്കണം, വനവിഭവങ്ങളും വനമേഖലയും പരിസ്ഥിതിയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരാൻ പറ്റും. അതുപോലെ വനമേഖലയിൽ കൃഷിക്കാർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്, വന്യമൃഗശല്യം. അതേപോലെ തന്നെ ഈ വനമേഖലയോട് ചേർന്നുള്ള ആളുകൾക്കുള്ള യാത്രാ സൗകര്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ പരിഹരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇവിടെ വന്യമൃഗശല്യം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കർഷകരല്ല, ഇപ്പൊ മനുഷ്യ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ വന്യമൃഗശല്യത്തിനൊരു പരിഹാരം ഏതൊക്കെ രീതിയിലായിരിക്കും? അല്ല, ഒന്ന്, ഇതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്ന നാടാണ്. വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ വേണം. അവരിങ്ങോട്ട് ഇറങ്ങാതെ വനത്തിൽ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആർജവമുള്ള ജനപ്രതിനിധികളും ഭരണാധികാരികളും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. വനത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ വനമേഖലയും ജനവാസ മേഖലയും തമ്മിൽ ചേർന്ന് കിടക്കുക. അതിനെ തമ്മിൽ ഒന്ന് അകത്തി നിർത്താൻ എൻ്റെ ഒരു ആശയം, ഈ വനമേഖലയോട് ചേർന്ന ഒരു നല്ല ലിങ്ക് റോഡ്, മുഴുവൻ വനമേഖലയും ജനവാസ മേഖലയും തമ്മിൽ വേർതിരിക്കുന്ന നല്ല യാത്രാ സൗകര്യങ്ങളുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത് രണ്ടിനെയും നമുക്ക് മറുഭാഗത്ത് വനത്തെ സംരക്ഷിക്കാൻ പറ്റും, ഇപ്പുറത്ത് നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റും. അതോടൊപ്പം അതിനെ വലിയൊരു ടൂറിസ്റ്റ് സാധ്യതയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. നിലമ്പൂരിൽ കൂടിയാണ് മിക്കവാറും ടൂറിസ്റ്റുകളൊക്കെ ഊട്ടിക്കും മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും. പക്ഷെ അവരെ നിലമ്പൂരിൽ നിലനിർത്തി നിലമ്പൂരിനകത്ത് ഒരു ഗുണകരമാക്കി മാറ്റാൻ അവരെ പോകുന്ന വഴിയിൽ കൂടി നമുക്ക് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് നിലമ്പൂർ. പക്ഷെ അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരു പ്രശ്നം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ആറ്റിൻപാറ ജലവൈദ്യുത പദ്ധതി 2019 പ്രളയത്തിന് നഷ്ടപ്പെട്ടു. 1 ഇഞ്ച് അതിന്റെ ഒരു ബാക്കി ചെയ്യാൻ ഒരു ശ്രമം പോലും നടത്തി. സ്വാഭാവികമായിട്ട് ഒന്നും ആയിട്ടില്ല. അന്ന് പോയതാണ്. എന്താ ചെയ്തത്? ഇപ്പൊ ഇലക്ഷന്റെ 2 ദിവസം മുൻപ് വന്നിട്ട് ഞങ്ങളത് ചെയ്യുമെന്നൊക്കെ പറയണത് ചെറുത് ജനങ്ങൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ യുവജനങ്ങള് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റ് കോളർ തൊഴിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് വേണ്ട തൊഴിൽ നൈപുണ്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും നിലമ്പൂരിലില്ല. ഒരു ITI ഉണ്ടെന്ന് പറയുന്നത് SC സംവരണത്താലുള്ള അല്ലെങ്കിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അതിന് പകരം ഇവിടെ അതുണ്ടായിക്കോട്ടെ, അതോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ നിലവിലുള്ള ഒരു ഗവൺമെന്റ് കോളേജിന്റെ അവസ്ഥ എന്താ? പൂച്ചക്കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെയല്ലേ, ഇവിടുന്ന് അവിടെ കൊണ്ടുപോകും, അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോകും. ഇത്രയും വർഷമായിട്ട് അതിനൊരു സ്ഥലം വാങ്ങാനുണ്ട്. നമ്മളതിൽ വളരെ കൃത്യമായൊരു ധാരണ നമുക്കുണ്ട്. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തമായി സ്ഥലം ഗവൺമെന്റ് തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ആർജവമുണ്ട്. അത് സ്വന്തമായി വാങ്ങി അവിടെ നമ്മുടെ ഗവൺമെന്റ് കോളേജ് സ്ഥാപിക്കും. സ്ഥലം ഏറ്റെടുത്തു, ഇനി കെട്ടിടമാണ്. സ്ഥലം ഏറ്റെടുത്തു, ഒരു നടപടി ആയിട്ടില്ല. ഏറ്റെടുത്തു എന്ന് പറയുകയല്ലാതെ ഭൂമി രജിസ്ട്രേഷൻ നടന്നിട്ടില്ല. രജിസ്ട്രേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഏതാണ്, പക്ഷെ 10 വർഷമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതൊരു വലിയ നഷ്ടം തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ച്. അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ്, അതിനേക്കാൾ ഉപരി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി, നമ്മളുടെ ഈ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. പഠിക്കാൻ തന്നെ +2 കഴിഞ്ഞാൽ നിലമ്പൂർ ഈ മേഖലയിൽ ഒരു വിദ്യാർത്ഥി നാട്ടിലില്ല. ഇവർ മുഴുവൻ മൈസൂർ, ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പൂനെ തുടങ്ങി പഠിക്കാൻ പോലും അവിടെയാണ് ആശ്രയിക്കുന്നത്. ഒരു നഴ്സിംഗ് കോളേജ് നിലമ്പൂരിൽ, ഒരു മെഡിക്കൽ കോളേജ് നിലമ്പൂരിന് വലിയ സാധ്യതയുള്ള ഒരു സ്ഥാപനം. കാരണം ഇവിടെ നിന്ന് ഒരു രോഗിക്ക് സുഖമില്ലാതെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോടോ പെരിന്തൽമണ്ണയിലോ പോകാം. ഒരു നല്ല ആശുപത്രി ഇല്ല. നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം. നല്ല ഒരു 10 ഏക്കർ ഭൂമിയെങ്കിലും വാങ്ങി അവിടേക്ക്, ഗവൺമെന്റ് ഭൂമിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കണം. നല്ല സൗകര്യമുള്ള ഒരു ആരോഗ്യ കേന്ദ്രം അതിനെ മെഡിക്കൽ കോളേജാക്കി മാറ്റിയാൽ എന്തായാലും ഒരു 100 വിദ്യാർത്ഥികൾക്ക്
നഴ്സിങ്ങിന് സൗകര്യം കിട്ടുന്നത്. അതിന് സൗകര്യമുണ്ട് ഇവിടെ. സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊന്നും ഇവിടുത്തെ ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. 2019 പ്രളയത്തില് നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആദിവാസി മേഖലയിൽ വീടുകൾ തകർന്നു പോയിട്ട് ഇതുവരെ പുനരധിവാസം നടന്നിട്ടില്ല. ഞങ്ങളത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം അത് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറഞ്ഞ് കലക്ടറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഞങ്ങൾ അധികാരികളുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കവളപ്പാറ ദുരന്തം ഉണ്ടായിട്ട് ആ ആളുകളെ ഒരാളെ പോലും പുനരധിവസിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ട കർഷകരുണ്ട് അവിടെ. 25 സെന്റ്, 50 സെന്റ്, 60 സെന്റ്, 1 ഏക്കർ, 1.5 ഏക്കർ, 2 ഏക്കർ, അങ്ങനെ ഏറ്റവും ചെറുകിട അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന കർഷകർ. ആ കർഷകർക്ക് 100 രൂപയുടെ നഷ്ടപരിഹാരം ഈ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. ആ പുനരധിവസിക്കുന്ന ഒരു പദ്ധതിയില്ല. അവർ ഇന്നും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് മുണ്ടക്കടവ് കോളനിയുടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഫോട്ടോ പത്രദൃശ്യ മാധ്യമങ്ങൾ നന്നായി പ്രചരിപ്പിക്കേണ്ടതാണെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിൽ കഴിയുന്ന 1ഉം 2ഉം 10ഉമല്ല 27 കുടുംബങ്ങൾ അവിടെ മാത്രമുണ്ട്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഈ ഉച്ച സമയത്ത് എത്ര സമയം ഇരിക്കാൻ പറ്റും? 17 വർഷം അതിനകത്ത് താമസിക്കുന്നു. ഒരു കുടുംബമാണെങ്കിൽ പോട്ടെ, ചിലപ്പോൾ അവിചാരിതമായി സംഭവിക്കും. ഒരു മേഖല മുഴുവൻ അവർക്ക് ഭൂമിയില്ല. ഇപ്പൊ 2 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്ത് കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രം. അവർ കോടതിയിൽ പോയി, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോയി, ഹൈക്കോടതിന്റെ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടാണ് അവർക്ക് ഭൂമി അനുവദിച്ച് കിട്ടിയത്. അതിൽ തന്നെ പെടാത്തവർ എത്ര കുടുംബങ്ങൾ ഉണ്ടാകും? എന്തിനധികം നമ്മുടെ നിലമ്പൂരിലെ ഇവിടെ നെടുങ്കയം കോളനിയിൽ സ്വന്തമായി വീടില്ലാത്ത 17ഓളം കുടുംബങ്ങൾ, സ്വന്തമായി ഭൂമിയില്ല, വീടില്ല. പണ്ട് കൊടുത്ത ആ കോളനി നമുക്കറിയാലോ, 5 സെന്റും 2 സെന്റും താമസം. നിലമ്പൂർ മുനിസിപ്പാലിറ്റി പറഞ്ഞാൽ നമ്മളെ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മുതുകാട് ഒരു കോളനി ഉണ്ട്. ആ ഉന്നതിയിൽ പേര് പറയാൻ പാടില്ല എന്നാ പറയുന്നത്. ഉന്നതിന്നേ പറയാൻ പാടില്ല. ഉന്നതിന്ന് പേര് മാത്രമേ ഉള്ളൂ, ഒരു ഉന്നതോളം ഇല്ല. ആ കോളനി, ആ സ്ഥലത്ത് ഇവർ താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ട് അവിടെ ഒരു 7 വീട്ടുകാർ അടുത്തടുത്ത് താമസിക്കും. 2, 3, 4, 5 വീടുകളാണ് ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു 15-20 വർഷം മുമ്പ് നിർമ്മിച്ച വീട്. അതിനുശേഷം ആ കുടുംബങ്ങൾ അവിടെ നിരവധി കുടുംബങ്ങൾ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് താമസിക്കും. ഒരാളല്ല, ഒരു കുടുംബത്തിൽ 12ഉം 13ഉം പേര് വീതം താമസിക്കുന്നുണ്ടാവും. അത് ദൂരെ ഒന്നുമല്ല, കാട്ടിനകത്തല്ല, നിലമ്പൂരിന്റെ നഗര ഹൃദയത്തിലാണ്. എന്ത് നടപടി? ഒരു വർഷം സാമൂഹിക, ചിലപ്പോൾ നമ്മൾ ഒരു വീട് പൊളിച്ചിട്ടാൽ അത് പണിയാൻ വേണ്ടി 1 വർഷം സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇതെന്താ വികസനം? ഇത് നമ്മൾ എന്താ പറയാ? പട്ടികജാതിക്കാർക്ക് പോലും താമസിക്കാൻ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ഒരു പ്രതിനിധികളും ശ്രമിച്ചില്ല എന്ന് പറയണതാണ്. ഇതൊക്കെ ജനകീയമായ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പം നമ്മളെ നിലമ്പൂരിലെ KSRTCയുടെ ഡിപ്പോ ഒന്ന് പരിശോധിച്ചു. എന്താ നിലമ്പൂർ ഡിപ്പോന്റെ അവസ്ഥ? എത്ര കോടി രൂപയ്ക്കാണ് ബിൽഡിങ് പണിത്? അത്രയും ബിൽഡിങ് അവിടെ പണിതിട്ടിട്ട് അതൊന്ന് വെറുതെ വേണ്ട, അത് ലേലം ചെയ്ത് ആർക്കെങ്കിലും വിട്ടുകൊടുത്താൽ എന്തെങ്കിലും പെട്ടിക്കച്ചവടം നടത്തിയാലും പൈസ കിട്ടും. അവിടെ സ്ഥിതി എന്താ? അവിടേക്ക് നമുക്ക് പഴയ കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന പോലെ സാമൂഹ്യ വിരുദ്ധരുടെ ആവാസ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. KSRTC ഡിപ്പോയിലേക്ക് ഫോൺ വിളിച്ചാല് ഹലോ ഹലോ എന്ന് മാത്രമേ കേൾക്കുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും കേൾക്കുക. ട്രെയിൻ എപ്പോഴാണ് നമ്മുടെ ബസ് വൈകുന്നേരത്തുണ്ടോ 9:30 ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ച് മറ്റേ സിനിമയിലെ കമ്പിളി പതിപ്പ് ചോദിച്ച പോലെ മറുപടി പറയും. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒരു നേട്ടവും ഉണ്ടാവും. നമ്മുടെ കർഷകരെ വിഷയം പറഞ്ഞു. ഇപ്പൊ സംസ്ഥാന സർക്കാർ ഈ കാട്ടുപന്നികളൊക്കെ വെടിവെക്കാനൊരു ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളെ പ്രഖ്യാപിക്കില്ല എന്ന് ഒരു ഉത്തരവ് വന്നു. അത് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ കർഷകർക്ക് ഒരു പ്രശ്നം തന്നെയല്ലേ? അല്ല, അതിന് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തണം. അതിനെ നമുക്ക് എനിക്കറിയാത്ത വിഷയം ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് പ്രശ്നം. നമുക്കിപ്പോ എന്താണ് നമ്മളെ പ്രശ്നം? നമ്മളിവരെ വെടിവെക്കുക എന്ന് മാത്രമല്ല, അവരെ ഇങ്ങോട്ട് വരാതെ സംരക്ഷിക്കാലോ. കർഷകർക്ക് അതിന്റെ ശല്യമില്ലാതെയും ചെയ്യും. ഇത് കർഷകൻ മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് നമ്മുടെ പാലാങ്കരയിലാണ്. ഈ റോഡിൽ വെച്ച് പകൽ സമയത്ത് കാട്ടുപന്നിയുടെ ആക്രമണമല്ല, അത് ഓടിപ്പോയ സമയത്ത് ബൈക്ക് മറിഞ്ഞു വീണ ഒരാൾ ഇവിടെ തൊട്ട് മുൻപിൽ. ഇതെന്താ അവസ്ഥയാണ് വിശേഷം? നമ്മൾ കാണേണ്ട അതല്ലേ? കാട് നാടായി മാറി. അല്ല, എന്താ അത്
നമ്മൾ വന്യമൃഗങ്ങളെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല, അവരെ സംരക്ഷിക്കണം. പക്ഷെ അവരുടെ ശല്യം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണ്ടേ, അതുപോലും നടപടി സ്വീകരിക്കണം. ഇപ്പൊ പുതിയൊരു ബില്ല് വന്നിട്ടുണ്ട്, അതായത് ദേശീയ ഫണ്ടിങ്. ഫോറിൻ കറൻസി. എന്താണ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കാണ് അതിന്റെ ദോഷം? ഈ വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന നിരവധി ആളുകൾ. എന്താ ഈ നമ്മുടെ നാട്ടില് ഒന്ന് നോട്ട് നിരോധനം വന്നു, വിദേശ ഫണ്ടിന്റെ നിലവിലുള്ള ആക്ടിനെ സജീവമാക്കി. എന്തേ നമ്മുടെ നാട്ടിൽ നിന്ന് മാവോയിസ്റ്റുകൾ ഇല്ലാതെയായത്? മാവോയിസ്റ്റ് രഹിത രാജ്യമായി പ്രഖ്യാപിക്കാൻ പോകുക നമ്മുടെ ഭാരതത്തിനെ ഏപ്രിൽ മാസത്തിൽ നടക്കും. തവണ ഒരു പ്രസ്താവന കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത് ഈ വിദേശ ഫണ്ടിനെ നിയന്ത്രിക്കണം, വിദേശ ഫണ്ടിനല്ല നിയന്ത്രിക്കണം. ആ ഫണ്ട് കൊണ്ടുവന്ന് ഇവിടെ വിധ്വംസം, നേരെ മറിച്ച് ആ വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നന്നായി സേവന പ്രവർത്തനം നടത്തിയ എത്ര മിഷണറി സംഘടനകളുണ്ട് ഇവിടെ, ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. ഞാൻ പറയുന്നത് അത് ഫണ്ട് വാങ്ങിയിട്ട് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടി വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിന് നിയന്ത്രണം അതെ, പണം വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനാണെങ്കിൽ അതിന് ഉപയോഗിക്കണം. ആരോഗ്യ മേഖലയിലാണെങ്കിൽ ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നമ്മുടെ ഈ മിഷണറിമാരുടെ സേവനങ്ങളെ നമുക്ക് വിലമതിക്കാൻ കഴിയില്ല. ആരോഗ്യം, വിദ്യാഭ്യാസം ഒക്കെ അതിന് രണ്ടിനും അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരില് ഈ നാട്ടില് ഇതിനെ കൊള്ള ചെയ്യുകയും ദുരുപയോഗം ചെയ്യുകയും സ്വന്തമായി ആ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത വ്യക്തികൾ എത്ര ഉണ്ട് ഇവിടെ? അപ്പൊ ആ ഫണ്ട് വിനിയോഗിക്കുന്നതിന് നിയന്ത്രണം ഞാൻ പറയുന്നത് കൃത്യമായിരിക്കണം. ആരോഗ്യ മേഖലയ്ക്ക് വന്നാൽ അത് ആരോഗ്യകരമായി നാട്ടിൽ ഉപകരിക്കണം. അതിനെ നിയന്ത്രിക്കാൻ എല്ലാ നിയമങ്ങളും കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ എതിർ പാർട്ടികൾ നടത്തുന്നുണ്ട്, പുതിയൊരു ബില്ലിനെ കുറിച്ച്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഈ 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ആരോപണം എന്തായിരുന്നു? BJP അധികാരത്തിൽ വന്നാല് തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുന്നത്. ഈ 12 വർഷം തൊഴിലുറപ്പ് പദ്ധതി നടന്നില്ലേ? 2014 തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി എത്രയാ? 124 രൂപ, 127 രൂപ. ഇപ്പൊ എത്രയാ? 387 രൂപ. അപ്പൊ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതിക്ക് എന്ത് ദോഷം ചെയ്തത്? പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ 100 ദിവസം ഉണ്ടായിരുന്നു 120 ദിവസമാക്കി നമ്മുടെ അവകാശമാക്കി മാറ്റി. 120 ദിവസത്തെ തൊഴിൽ നമ്മുടെ അവകാശമാക്കി മാറ്റി നരേന്ദ്രമോദി. അത് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗുണമല്ലേ? നമ്മുടെ നാട്ടിൽ ഇന്നൊരു തൊഴിൽ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക്, ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് ഒരു മാന്യമായിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുക, അങ്ങനെ ആളുകളാണല്ലോ തൊഴിലുറപ്പിൽ പോകുന്ന ബഹുഭൂരിപക്ഷം. അവർക്ക് 120 ദിവസം ജോലി കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ നേട്ടമല്ലേ? ഇനി അത് മാത്രമല്ല, ഒരു പ്രശ്നം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ ദോഷാർക്കാ? തൊഴിലാളികൾക്കല്ല. തൊഴിലാളികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇതിനെ ദുരുപയോഗം ചെയ്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ, രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. ചെയ്യാത്ത ജോലി തൊഴിലുറപ്പിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് പണം മാറ്റിയ കേസുകൾ ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇപ്പോഴും അവർ ഉദ്യോഗസ്ഥന്മാരായി നിലനിൽക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം നേരിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആൾക്കാർ. ഒരിക്കലും ചെയ്യാത്ത ഒരു തടയണ ഉണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ മേട്ടനെ പിടിച്ച് മേട്ടന് 10,000 രൂപയും ബാക്കി പൈസ പോക്കറ്റിലാക്കിയ ഉദ്യോഗസ്ഥനെ എനിക്കറിയാം. വേറൊന്നും ഞാൻ അവിടെ പറയില്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതുപോലെ റോഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് രേഖയുണ്ടാക്കി ഇപ്പോ അവർക്ക് പഞ്ചിങ് വന്നു, അവർ സമയങ്ങളിൽ ചെയ്യണം. അതിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഇട്ടു. ആ ഒരു എസ്റ്റിമേറ്റ് ഇടുന്ന സമയത്ത് ആ എസ്റ്റിമേറ്റ് ചിലപ്പോൾ ഒരു 10ഓ 100ഓ തൊഴിൽ ദിനങ്ങൾ കിട്ടുന്ന രൂപത്തിലായിരിക്കും. അപ്പൊ അത് ഒരു സ്ഥലത്ത് ഒരു 3 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് തുടങ്ങി അത് അവസാനിക്കുന്നത് 3 കിലോമീറ്റർ ദൂരെ. അപ്പൊ അവരെ ഫോട്ടോ എടുക്കേണ്ടത് രാവിലെ എവിടെ നിന്നാണോ ഫോട്ടോ എടുത്തത് അവിടെ തന്നെ എടുക്കേണ്ടത്. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. അതല്ല, അത് മര്യാദയ്ക്ക് നടത്തുമായിരുന്നെങ്കിൽ, അത് തെറ്റില്ലാതെ നടത്തുമായിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവർ ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ ഉച്ചയ്ക്ക് ജോലി കഴിഞ്ഞ് വീണ്ടും ഈ 3 കിലോമീറ്റർ യാത്ര ചെയ്ത് അവർ ഫോട്ടോ എടുക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അതിന് നമ്മൾ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്തിയാൽ, അങ്ങനെയല്ല വേണ്ടത്, അവരെവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ചെയ്താൽ ഈ പ്രശ്നം തീരും. അത് ബോധ്യപ്പെടുത്തേണ്ട ആരാ? അത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായിട്ട് പുനഃക്രമീകരിച്ച് മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടുകയും അത് നാടിന് ഗുണകരമാക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇപ്പോൾ താങ്കൾ വിചാരിച്ചാൽ കേന്ദ്ര പദ്ധതികളൊക്കെ കുറെ കൊണ്ടുവരേണ്ട മേഖലകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഏതൊക്കെയാണ് കാഴ്ച? അല്ല, അതില് വലിയ ഏറ്റവും നമ്മുടെ നിലമ്പൂർ റെയിൽവേ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് വെച്ചത് കിടക്കാം. 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അവിടം വരെ ഉള്ളൂ. ആ സാധ്യത എന്നോ നമുക്ക് വികസിപ്പിക്കാം. നഞ്ചങ്കോടും മൈസൂരും ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് കാലം എത്രയായി? അതിനുവേണ്ടി എന്താണ് ഇവർ ചെയ്തത്? MLA എന്ത് ചെയ്തു? MP എന്ത് ചെയ്തു? ഇവിടെ ട്രെയിൻ വരുമ്പോൾ അത് എൻ്റെ പേരെന്ന് പറഞ്ഞ് പോസ്റ്റ് ഒട്ടിക്കുന്ന പണിയല്ലാതെ ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടി എന്ത്? ഇപ്പൊ അമൃത് ഭാരതിയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചു. അത് കാണാൻ ഈ നാട്ടുകാർക്ക് മുഴുവൻ സാധിക്കുന്നില്ലേ? ഇതിനു മുൻപ് 2014 മുൻപ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങളോ ഞാനോ പോയത്? നിങ്ങൾ ഇവിടുത്തുകാരൻ തന്നെയാണ്. ഒന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളോ ഞാനോ പോയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു സ്ഥിതി? ഇന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി എന്താ? അങ്ങനെ നിലമ്പൂർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ എന്താ മാറിയത്? ആ മാറ്റം നമുക്ക് നേരിട്ട് കാണാൻ പറ്റണ്ടേ? ഇപ്പൊ നമ്മളെ കരുളായി റോഡ്, ചന്തക്കുന്ന് നിലമ്പൂർ കരുളായി റോഡ് ഏത് പദ്ധതിയാ? സെൻട്രൽ റോഡ് ഫണ്ടാണത്. പക്ഷെ അത് അതിന്റെ 2 തലക്കിൽ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ഫ്ലക്സ്. 200 ദിവസത്തെ തൊഴിൽ ദിനത്തിന്റെ നേട്ടം. മറ്റവൻ പറഞ്ഞ 10 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടായി. ആര് കൊണ്ടെന്നാണ്? കേന്ദ്ര നാഷണൽ റോഡ് ഫണ്ടാണ്. ഇത് ജനങ്ങൾക്ക് ബോധ്യം. ഇതല്ലാതെ ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഒരു റോഡ്, CNG റോഡ്, എന്താ അവസ്ഥ? കോവിലകം കൊടുത്ത ഭൂമി അല്ലാതെ 1 ഇഞ്ച് അത് വർദ്ധിപ്പിച്ചിട്ടില്ല. നിലമ്പൂർ കോവിലകം റോഡ് വിട്ടുകൊടുത്ത ആ റോഡിന്റെ അവസ്ഥ, ഒരു മീറ്റർ അത് വീതി കൂട്ടിയിട്ടുണ്ടോ? അത് യാത്ര ചെയ്യാൻ പറ്റും. നിങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളല്ലോ. വഴിക്കടവ് മുതൽ വടവറം വരെ ഒന്ന് യാത്ര ചെയ്യും. ഇതാണ് റോഡ് വികസനം. ബൈപ്പാസ്, ഇതൊക്കെ പറഞ്ഞ് മനുഷ്യൻ 2016 ഞാൻ മത്സരിച്ചപ്പോൾ ഇതേ വിഷയം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്താ മാറ്റം ഉണ്ടായത്? ഈ 2016 ചർച്ച ചെയ്യുന്നതിന് മുമ്പ് 87 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര്യാടൻ മുഹമ്മദ് മുന്നോട്ട് വെച്ചൊരു വിഷയമായിരുന്നു നിലമ്പൂർ ബൈപ്പാസ്. 87 മുതൽ 91, 4 കൊല്ലം മാത്രമേ LDFന്റെ ഒരു MLA വന്നുള്ളൂ. അല്ല, 82 മുതൽ 87 വരെയുള്ള. ആ 87 മുതൽ ഇതുവരെ ഇവരല്ലാതെ ഈ 2016 LDFന്റെ MLA വരുന്നത് വരെയുള്ള വർഷം ആരുടെയായിരുന്നു? എന്താ ചെയ്തു? ഇവിടെ വനം വകുപ്പ് മന്ത്രിയായിരുന്നു, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. എന്താ ചെയ്തത്? ഒരു വസ്തുവും ചെയ്തിട്ടില്ല. വോട്ടർമാരോട് എന്താ പറയാനുള്ളത്? വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, ഈ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ 2 മുന്നണികളും മത തീവ്രവാദികളുടെ പുറകെ. ഇവർ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇവര് പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, പിണറായി നുണ പറഞ്ഞോ സതീശൻ നുണ പറഞ്ഞോ എന്നുള്ള വിഷയം. 2 പേരും നുണയാണ് പറയണമെന്നുള്ള സാധാരണക്കാർ ഇത് കേട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇവർ പറയുന്നത് മുഴുവൻ നുണയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യം മുഴുവൻ മാത്രമല്ല ലോകം മുഴുവൻ ഒരു തീവ്രവാദ സംഘടനകളുടെ ചൊൽപ്പടിയിലാണ്. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം. ഇസ്ലാം അല്ല, മുസ്ലിം അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാം. അതിന്റെ ചൊൽപ്പടിയിലാണ് UDF LDF. നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടി മറ്റൊരു SDP കൂട്ടി എന്നുള്ള അല്ല ഇവിടെ പ്രശ്നം. ഈ 2 സംഘടനകളെയും ഇവർ മാറി മാറി പുലരുമ്പോൾ അവർക്ക് നല്ലതാണ്, ഇവർക്ക് നല്ലതാണ്. നമ്മൾ പരിശോധിക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമിയുടെ ചൊൽപ്പടിയിലാണ് കോൺഗ്രസും UDF. നമ്മൾ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആര്യാടൻ മുഹമ്മദ് മരിക്കുന്നത് വരെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമികയും തീവ്രവാദ മുസ്ലിം സംഘടനകളെയും എതിർത്തിരുന്ന ഒരാളാണ്. ഒരു ദേശീയ മുസ്ലിമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആധിപത്യം, അഥവാ മുസ്ലിം ലീഗിന്റെ എന്താ പറയാ കരാള ഹസ്തത്തിൽ കോൺഗ്രസ് അമരുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. മുസ്ലിം ലീഗ് എന്ത് പറയുന്നോ അത് മാത്രമേ കോൺഗ്രസ് നടപ്പിലാവുള്ളൂ കേരളത്തിൽ. ആ അവസ്ഥയിൽ ആര്യാടൻ മുഹമ്മദ് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞത്, ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ അവസാനത്തിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തു. അപ്പൊ ലീഗ് പറഞ്ഞത് മുഴുവൻ കേൾക്കുന്ന കോൺഗ്രസ്സുകാരായിട്ട്. അപ്പൊ അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ വിശേഷം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പിടിയില്ല. എന്തായാലും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത്, ആര്യാടൻ മുഹമ്മദ് അന്ന് വരെ മരിക്കുന്നത് വരെയും ജമാഅത്തെ ഇസ്ലാമിയോട് സന്ധിക്കുമ്പോഴത്തില്ല. ഇന്ന് മകൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ചൊൽപ്പടിയിലാണ്. അവര് പറയുന്നത് മാത്രം കേൾക്കുന്ന ആളായി മാറി. LDFന്റെ സ്ഥിതി എന്താ? LDF ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന ആളാണ്. ഇലക്ഷൻ വന്ന സമയത്ത് പറഞ്ഞത്, ആ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ യുദ്ധം കൊണ്ട് സാഹചര്യം മാറിയ കൊണ്ട് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നവർ.
അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ജനങ്ങൾക്ക് കഴിയും. പ്രബലനല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ തീവ്രവാദ സംഘടനകളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന LDFനും UDFനും എതിരെ ജനങ്ങളുടെ വിഷമം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് NDAയോടൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവരുടെ കുപ്രചരണങ്ങളും അതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു നല്ലൊരു വിഭാഗം ആളുകൾ, നന്മ കാക്ഷിക്കുന്ന ആളുകൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി ബോധ്യം. അതുകൊണ്ട് ഭൂരിപക്ഷം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ NDAയോടൊപ്പം, NDAക്ക് അനുകൂലമായി എനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വലിയ വിജയപ്രതീക്ഷയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമല്ല, മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ക്യാമ്പയിൻ അതേ തരത്തിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു മുന്നണിയായി, അതിന് സംരക്ഷണം കൊടുക്കുന്ന NDAക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വളരെ തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയ നിഷ് മേക്കാടിന് എല്ലാവിധ ഭാഗങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.